നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ കേരളത്തിൽ നടക്കുന്നത് മുഴുവൻ വിസ്മയമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തകരാൻ പോവുകയാണ്. CPIM തകരുന്നു. കഴിഞ്ഞ 30 വർഷം കൊണ്ടാണ് ബംഗാളിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി തകർന്ന് നാമാവശേഷമായതെങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്നത് വെറും 10 വർഷം കൊണ്ടാണ്. കേരളത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പാർട്ടി CPIM ആണ്. ഈ ഒരു സവിശേഷമായ കാര്യങ്ങൾ പ്രസ്താവിച്ചതും പുറത്തേക്ക് വിട്ടതും മറ്റാരുമല്ല, UDFൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശനാണ്. പലപ്പോഴും VD സതീശൻ പറയുന്നത് അത്രയും നുണകളാണ്, എഴുതിപ്പിടിപ്പിച്ച നിറം പിടിപ്പിച്ച നുണകളാണ് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതി വയ്ക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്നും. എന്നാൽ VD സതീശൻ ഈ പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സതീശൻ എന്തിനെയൊക്കെയോ ഭയക്കുന്നതായി തോന്നുന്നു. മറ്റൊന്നുകൊണ്ടല്ല, എവിടെയൊക്കെയോ ചില തോൽവിയുടെ ഗന്ധം അദ്ദേഹത്തിനെ വല്ലാതെ പിടിച്ചു ഉലയ്ക്കുന്നുണ്ട്. കാരണം വേറൊന്നുമില്ല, വളരെ ശക്തമായ ആത്മവിശ്വാസത്തോടു കൂടി പോരിനിറങ്ങുകയാണ് UDF എന്ന് പറയുന്ന ടീം UDF. അങ്ങനെ ആ പോരിനിറങ്ങിത്തിരിക്കുമ്പോഴാണ് പലയിടങ്ങളിൽ നിന്നായി വിരുദ്ധ സ്വരങ്ങൾ നിരവധിയായി ഉയർന്നു വരുന്നത്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തകർന്നു എന്ന് പൂർണ്ണമായി പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോഴുണ്ട്. ഒരു G സുധാകരൻ പോയതുകൊണ്ടോ, ഒരു TK ഗോവിന്ദൻ മാസ്റ്റർ പോയതുകൊണ്ടോ, ഇനി അതല്ല പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണ സഖാവ് പോയതുകൊണ്ടോ ഒന്നും CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടിത്തറ തോണ്ടുക അസാധ്യമായ ഒരു കാര്യമാണ്. പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന, നമുക്ക് മുൻപുണ്ടായിരുന്ന സഖാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ കോടിയേരി സഖാവ് പറഞ്ഞ അടക്കം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് 140 അല്ലെങ്കിൽ 72 പേർക്ക് MLA-മാരാവാനും 13 പേർക്ക് മന്ത്രിയാവാനും മാത്രമേ കഴിയുന്നുള്ളൂ. അതിനൊക്കെ അപ്പുറത്താണ് ഈ പാർട്ടിയുടെ ബലം, ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കന്മാരുടെ ബലം. അതുതന്നെയാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് CPM എന്ന് പറയുന്നൊരു പാർട്ടിയെ തളച്ചിടാനും തകർന്നു എന്ന് വിധി എഴുതാനും VD സതീശൻ ആളായില്ല. ഇനിയും 1/2 ഡസൻ വിസ്മയം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിസ്മയങ്ങൾ ഓരോന്നായി നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്തൊക്കെ വിസ്മയങ്ങളാണ് നടന്നത്? G സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ വിമതനായി, അല്ലാന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായി അവിടെ മത്സരിപ്പിക്കുമ്പോൾ, അമ്പലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഒരു വലിയ വിസ്മയമായി മാറുന്നത്? കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കൊരു പക്ഷേ അതൊരു വിസ്മയമായിരിക്കും. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം വിസ്മയിപ്പിക്കുന്ന യാതൊന്നും അവിടെ നടന്നിട്ടില്ല. എന്നാൽ ഇതിനേക്കാൾ വിസ്മയകരമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. വഴിയേ പോയ, അല്ലെങ്കിൽ CPM-ൽ റിട്ടയർഡായി മാറിയിരിക്കുന്ന, CPM-ൽ അർഹമായ പരിഗണന തന്നെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു നേതാവ് CPM-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് മലക്കം പറയുമ്പോൾ അതിനൊപ്പം പോകുന്ന നിരവധി സഖാക്കന്മാർ ആരും തന്നെയില്ല. ഒരു 10 പേര് പോലും CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നില്ല. പകരം അതെല്ലാവരും അടിയുറച്ച CPM-കാരായി നിലനിൽക്കുന്നു. ആ ചുവന്ന കൊടി പിടിച്ചവരുടെ കയ്യിൽ മറ്റൊരു കൊടിയും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അങ്ങനെ G സുധാകരൻ പോയതോടുകൂടി അവിടെ മറ്റൊരു വിസ്മയം ഉണ്ടാകുന്നു. അവിടെ G സുധാകരനെതിരായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മത്സരിക്കാൻ പോകുന്നു. സജി ജോസഫ് എന്ന് അവിടെ മറ്റു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ഷാനു ഭൂട്ടോ എന്ന് പറയുന്ന ഒരു മണ്ഡലം സെക്രട്ടറി അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു വിസ്മയം. അതായത് സതീശൻ പറഞ്ഞ ആ വിസ്മയത്തോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന UDFൻ്റെ ഒരു വിസ്മയമാണ് ഷാനു ഭൂട്ടോ എന്ന് പറയുന്നത്. കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിരവധിയായി നിലനിൽക്കുന്നുണ്ട്. കുട്ടനാട് ജോസഫിന് വേണം എന്നുള്ള നിലയിലൊക്കെ ഇങ്ങനെ ചർച്ചകൾ വരുന്നു. കോൺഗ്രസ് അത് ഏറ്റെടുക്കണം തുടങ്ങിയ വാദഗതികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ UDF എന്ന് പറയുന്ന മുന്നണിയിലെ സഖ്യകക്ഷിയെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടേക്ക് സജി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവ് DCCയിലെ വൈസ് പ്രസിഡന്റ് തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. ഇതൊരു വിസ്മയമല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അപ്പോൾ എവിടെയാണ് ഈ വലിയ വിസ്മയം കൊണ്ട് ഈ പറയുന്ന കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത്? ഇത് രണ്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. G സുധാകരൻ എന്ന് പറയുന്ന ഒരു CPM-ൽ നിന്ന് ഒരു നേതാവിന് വേണ്ടി, CPM-ൽ നിന്ന് കുടിയേറി വന്ന ഒരു നേതാവിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സീറ്റ് കോൺഗ്രസ് മത്സരിക്കാതിരിക്കുമ്പോൾ പകരം മത്സരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന UDF-ലെ കോൺഗ്രസ്സിലെ തന്നെ നേതാക്കൾ തയ്യാറായി മുന്നിലേക്ക് വരുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഇനി ഒരു വലിയ കൂട്ടരാജി കോൺഗ്രസിനുള്ളിൽ ആലപ്പുഴയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് വാസ്തവമല്ലേ? എന്നുള്ളത് തിരിച്ചറിവല്ലേ ഇനിയും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവേണ്ടത്? ഇതല്ലേ യഥാർത്ഥ വിസ്മയം? നിരവധി ആളുകൾ BJP-യിലേക്ക് കുടിയേറിപ്പോയി. അതൊരു വിസ്മയമല്ലേ? 1/2 ഡസൻ അല്ല, നിരവധിയാണ് വിസ്മയം. 1 ഡസനും കവിയും 2 ഡസനോളം എത്തുന്ന വലിയ വിസ്മയമാണ് UDF-ൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
എത്രയോ അധികം നേതാക്കന്മാരാണ് ഇപ്പോൾ BJP-യിൽ, ഇപ്പോൾ തൊടിയൂർ രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പലരും ഇന്ന് BJP-യുടെ വക്താക്കളായി മാറുന്നു. എന്തായിരുന്നാലും പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസ് വിട്ട് BJP-യിൽ കയറി അത്രയൊന്നും വലിയ വിസ്മയമൊന്നും CPM പോലൊരു പാർട്ടിക്ക് ഉണ്ടാകാൻ ഇടയില്ല. പിന്നെ ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാവരും CPM എന്ന് പറയുന്ന പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടിയെ ഏറെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരെന്ന് മാത്രമല്ല, ഹൈക്കമാൻഡിനെ വരെ വെള്ളം കുടിപ്പിക്കുകയാണ് സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ആ നേതാവ് ഇങ്ങനെ വഴിനീളെ നടന്നുകൊണ്ട് ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ഒഴിച്ചിട്ടിട്ടുണ്ട് 2 സീറ്റുകൾ, ഒന്ന് കോന്നിയും ഒന്ന് കണ്ണൂരും. എന്തിനാണ് കോന്നിയും കണ്ണൂരും ഒഴിച്ചിട്ടിരിക്കുന്നത്? ആരെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഈ 2 നേതാക്കന്മാരും നമുക്കറിയാം ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഞങ്ങൾക്ക് ബാധ്യതകളില്ല എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോകോൾ ഓഫീസറുടെ കയ്യിൽ നിന്നും അത് മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി മേടിച്ചു? അവർക്ക് മത്സരിക്കാൻ. പാർട്ടി പോലും അക്കാര്യം അറിഞ്ഞില്ല. ഇതല്ലേ ഒരു വലിയ വിസ്മയം? അപ്പോൾ ആ വിസ്മയം അവിടെ സംഭവിച്ചാൽ, അതായത് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കണ്ണൂരിൽ മത്സരിച്ചാൽ അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ സദാ സന്നദ്ധനായി അവിടെ വേറൊരാളുണ്ട്, മമ്പറം ദിവാകരൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് അവിടെ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. അതൊരു വിസ്മയമല്ലേ? ഇനി UDF എന്ന് പറയുന്ന മുന്നണിയിലേക്ക് വരാം. മുന്നണിയിലേക്ക് വരുമ്പോൾ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടല്ലോ കഴിഞ്ഞ ദിവസം. ആ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ കൊള്ളാം, യുവാക്കളിൽ കുറച്ച് പേർക്കെങ്കിലും നല്ല അവസരങ്ങൾ ലഭിച്ചു. പക്ഷേ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുമ്പോഴും ഒറ്റ വനിതകളെ മാത്രമേ അവിടെ മത്സരിപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്കറിയാം അവിടെ നൂർബിന റഷീദ് എന്ന് പറയുന്ന ഒരു വനിതാ ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവ് രംഗത്തേക്ക് വരുന്നു. വനിതകൾക്ക് എവിടെയാണ് പ്രാതിനിധ്യം എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അബ്ദുറഹിമാൻ രണ്ടത്താണി, കഴിഞ്ഞ തവണ പൊന്നൂരിൽ സുബാലിനോട് നിന്ന് പരാജയപ്പെട്ടു പോയ അബ്ദുറഹിമാൻ രണ്ടത്താണി എന്ന് പറയുന്ന നേതാവും താനൂരിൽ നിന്നുള്ള നേതാവ് രംഗത്തേക്ക് വരുന്നു. ആ താനൂരിൽ നിന്ന് ആ നേതാവ് രംഗത്തേക്ക് വന്നുകൊണ്ട് ഇവിടെ താൻ LDF-ന് വേണ്ടി മത്സരിക്കാൻ പോകുന്നു എന്ന് വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു. ഇത് ഒരു വിസ്മയമായി തന്നെ കാണണ്ടേ മിസ്റ്റർ സതീശൻ? ഇവിടെ അങ്ങനെ താനൂരിൽ അബ്ദുറഹിമാൻ രണ്ടത്താണി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇനി TK ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ് ചാടിപ്പോയ വഴി നമുക്ക് നോക്കാം. TK ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ് ചാടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ്? തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചറെ മത്സരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടായത്. MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു. വർഷങ്ങളായി ഹാൻവീവിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുകയാണ് അദ്ദേഹം. അത് രാജിവെച്ചിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ മാറി UDF-ന്റെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VK ശ്രീകണ്ഠൻ കോങ്ങാട് മത്സരിപ്പിക്കുന്ന ആരെയാണ് എന്ന് എപ്പോഴെങ്കിലും ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ് അന്വേഷിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിക്കാൻ നല്ലതായിരിക്കും. അവിടെ മത്സരിപ്പിക്കുന്നത് ഈ പറയുന്ന VK ശ്രീകണ്ഠൻ്റെ ഭാര്യയാണ്. അതിന് വേണ്ടിയിട്ട് അവിടെ മത്സരിക്കേണ്ടിയിരുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്ന നേതാവിനെ ചിറയും കീഴേക്ക് ചവിട്ടിക്കൊണ്ടുവന്നിട്ടു. അവിടെ ഒരാൾക്ക് പോലും വേണ്ടാതിരുന്ന ആ നേതാവിനെ ആ ചിറയൻകീഴുകാരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഇതൊക്കെയല്ലേ വിസ്മയം? സ്വന്തം നേതാക്കന്മാരുടെ കോലം കത്തിക്കുന്നതല്ലേ യഥാർത്ഥ വിസ്മയം? രമ്യ ഹരിദാസിൻ്റെയും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിൻ്റെയും കോലം കത്തിച്ചുകൊണ്ടാണ് ചിറയൻകീഴിലെ അവിടുത്തെ സാധാരണ ദളിത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അവർക്ക് അങ്ങനെ പ്രതിഷേധിക്കാം. സ്വന്തം നേതാവിൻ്റെ സ്വന്തം KPCC അധ്യക്ഷൻ്റെ മുഖത്ത് പോസ്റ്റർ ഇട്ടിച്ചുകൊണ്ടാണ് കണ്ണൂർ പേരാവൂരിൽ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. ഇതെല്ലാം വിസ്മയങ്ങളല്ലേ സതീശൻ? ഈ വിസ്മയങ്ങൾക്കപ്പുറത്ത് വേറെ എന്ത് വിസ്മയമാണ് ഇനി കേരളത്തിൽ സംഭവിക്കേണ്ടത്? ഇതുവരെ പറഞ്ഞു തീർന്നിട്ടില്ലാത്ത സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ, അപ്പോഴും എവിടെയെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളാണ് ഇനിയും കോൺഗ്രസ് പാർട്ടിക്ക് മറികടക്കേണ്ടത്. എന്നിട്ട് വേണം ഇനിയും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഈ വൈകിയ വേളയിൽ ആരംഭിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിസ്മയങ്ങൾ. ഈ വിസ്മയങ്ങളെക്കുറിച്ചാണ് ശരിക്കും കോൺഗ്രസ്സുകാർ അടിയുറച്ച് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും എന്നുള്ളതാണ് വസ്തുത. ഇനിയും ഈ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടുത്തെ എല്ലാ വ്യവസ്ഥിതികളെയും വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് ഉറപ്പിക്കുന്നു. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന നേതാവ്. 2, കോന്നി എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അടൂർ പ്രകാശ്. ഈ അടൂർ പ്രകാശ് SIT ചോദ്യം ചെയ്തതാണെന്നേ. എന്തിനു വേണ്ടി? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് ബാംഗ്ലൂർ പോയി 1/2 കിലോ ഈന്തപ്പഴം മേടിച്ചതിന് ആലോചിച്ച് നോക്കൂ. ഈ അടൂർ പ്രകാശിനെ അതിനാണ് SIT ചോദ്യം ചെയ്തത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി അവിടെ പോയി ഇന്ന് ചർച്ച നടത്തിയതിന്, വർഷങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുള്ള അറിവുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതിന്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് പോയതിന്, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ട വസ്തുതയല്ലേ?
അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ശ്രീ അടൂർ പ്രകാശ്. ഈ അടൂർ പ്രകാശിനെയാണ് ഇത്തവണ കോന്നിയിൽ ആ സീറ്റ് ഒഴിവാക്കിയിട്ടുകൊണ്ട് കാത്തിരിക്കുന്നത്. ഇതൊരു തെറ്റായ പ്രവണതയല്ലേ? എം പിമാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തതിന് ശേഷം ഒടുവിൽ ചിലർക്കൊക്കെ ഇളവ് കൊടുത്ത് ഇറക്കുന്നത്. ഇനി അതല്ല, ഇനി ഹൈക്കമാൻഡിനെ പോലും വകവെക്കാതെ ഇവർക്ക് രണ്ടുപേർക്കും മത്സരിക്കാനുള്ള പ്രിവിലേജ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ ശരിക്കും അപ്രസക്തനാകുന്ന നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്, അല്ലാതെ വേറെ ആരുമല്ല. എന്തിനാണ് പിന്നെ ഇങ്ങനൊരു ഹൈക്കമാൻഡും ലോ കമാൻഡും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഈ പറയുന്ന സാധാരണ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന കുറേ കാര്യങ്ങളല്ലാതെ വേറൊന്നുമില്ല. ഇതൊക്കെയാണല്ലോ വിസ്മയങ്ങൾ. അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് 2 എം പിമാർ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ പുറത്താക്കാൻ പാർട്ടി ആർജവം കാണിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ കാണിക്കാനുള്ള ധൈര്യം ഇന്ന് യു ഡി എഫിനില്ല. അതിനുള്ള ചങ്കൂറ്റമില്ല യു ഡി എഫിന്. ഇനി ഒരിക്കലും അത് ഉണ്ടാകാനും പോകുന്നില്ല. കാരണം അവരൊക്കെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊള്ളുക, പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫിനെതിരായിട്ട് പോസ്റ്റർ പ്രചരണം നടത്തുന്നു. ഈ അബിൻ വർക്കിക്കെതിരായി ആറന്മുളയിൽ പോസ്റ്റർ പ്രചരണം നടത്തുന്നു. കെ മുരളീധരനെതിരായിട്ട് പോസ്റ്റർ പ്രചരണം നടക്കുന്നു. ഇവിടെ സണ്ണി അലോഷ്യസിന് എതിരായിട്ട് അവിടെ പൂഞ്ഞാറിൽ പോസ്റ്റർ പ്രചരണം നടക്കുന്നു. അപ്പം ഈ പറയുന്ന എല്ലായിടത്തും പോസ്റ്റർ പ്രചരണത്തിൻ്റെ ബഹളമാണെന്നേ. കാര്യം എന്താ? കെട്ടിയിറക്കപ്പെടുന്ന ഒരു പറ്റം സ്ഥാനാർത്ഥികളെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ നിർത്തുന്നു. ഇതാണ് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് പാർട്ടിയുടേത്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ ഒരു വഴിക്കാക്കും. ഇതൊക്കെയല്ലേ ഈ പോസ്റ്റർ പ്രചരണം തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിസ്മയമല്ലേ? TN പ്രതാപനെതിരായിട്ട് ഉയർന്നു വന്നു. അപ്പോൾ അങ്ങനെ ആർക്കെല്ലാം എതിരായി, ഏതൊക്കെ നേതാക്കന്മാർക്കെതിരായിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി പോസ്റ്റർ പ്രചരണം നടത്തുന്നത്? ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനി BJPയുമായി സന്ധി ചെയ്യാൻ പോകുന്ന പല ഘടകങ്ങളും കോങ്ങാട് ചേർത്തുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നില്ലേ? അതും ഒരു വിസ്മയമല്ലേ? ഇതൊക്കെയാണ് ശരിക്കും കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിസ്മയങ്ങൾ. അപ്പോൾ ഇവിടെ 1/2 ഡസൻ വിസ്മയമാണ് CPMൽ നടന്നത് എന്ന് ഇവിടെ ഉച്ചത്തിൽ VD സതീശൻ പറയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് 1 ഡസനും 2 ഡസനും കഴിയുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിസ്മയങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.